എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ ആദ്യം നോക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അതിൽ തമിഴ്നാട് ഗവർണർ റിവൈസ് സാഫ്രൻ കോൺട്രവേഴ്സി ഓൺ തിരുവല്ലാവൂർ ഡേ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം നോക്കുന്നില്ല, കാരണം നമ്മൾ ഗവർണർ സ്റ്റേറ്റ് ഇഷ്യൂസും റിലേഷൻസും എല്ലാം നമ്മൾ നേരത്തെ DNA എല്ലാം നോക്കിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പ്യൂർലി ആർട്ട് ആൻഡ് കൾച്ചർ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട്? ഇപ്പോൾ ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് തിരുവല്ലാവൂർ എന്ന് പറയുന്ന ആൾ എന്താണ്, അയാളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ആ ഒരു പോയറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുവല്ലാവൂർ എന്ന് പറയുന്നത് ഒരു തമിഴ് സെയിൻറ്റ് പോയറ്റാണ്. പുള്ളിയുടെ ഏത് ടൈമിലാണ് പുള്ളി പൊട്ടൻഷ്യലി ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് നമുക്കിപ്പോഴും കോൺട്രവേഴ്ഷ്യലാണ്. കാരണം ആൾക്കാർ പറയുന്നത് പുള്ളി 3rd അല്ലെങ്കിൽ 4th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ 8th അല്ലെങ്കിൽ 9th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആളായിരിക്കണം. ഓക്കെ, ഹീസ് എ സെലിബ്രേറ്റഡ് തമിഴ് പോയറ്റ്, ഫിലോസഫർ, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ലിറ്ററി വർക്ക് കുറൽ. ഓക്കെ, അത് സംഘം ലിറ്ററേച്ചർ കാലഘട്ടത്തിലെ ഒരു മാസ്റ്റർ പീസ് ആണ്, അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ സംഘം ലിറ്ററേച്ചർ എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഈ ന്യൂസിൽ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റിലീജിയസ്, ഈ തിരുവല്ലാവൂർ എന്ന് പറയുന്ന സെയിൻറ്റിൻ്റെ അല്ലെങ്കിൽ പോയറ്റ് സെയിൻറ്റിൻ്റെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടും കോൺട്രവേഴ്ഷ്യലാണ്. അപ്പം അത് കാരണം എന്നാന്ന് വെച്ചാൽ, ജെയിൻസ് പറയുന്നത്, അല്ലെങ്കിൽ മെനി ക്ലെയിം ദാറ്റ് ഹി ബിലോങ് ടു ജെയിനിസം ബേസ്ഡ് ഓൺ ദ കണ്ടൻസ് ഓഫ് ഹിസ് ഗ്രേറ്റ് വർക്ക്. അപ്പോൾ പുള്ളിയുടെ ലിറ്ററി വർക്ക് ബേസ് ചെയ്തിട്ട് പുള്ളി ജെയിനിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദുസ് ആർഗ്യൂ ദാറ്റ് ഹീസ് എ ഹിന്ദു ഗിവൺ ദാറ്റ് കുറൽ എന്ന് പറയുന്നത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഹിന്ദു ആയിരുന്നു പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ദ്രാവിഡിയൻ ഗ്രൂപ്പ്സ് പുള്ളീനെ ഒരു സെയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി കാസ്റ്റ് സിസ്റ്റത്തെ ഡിനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രിലിംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും ഡിനൗൺസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ പുള്ളി കാസ്റ്റ് സിസ്റ്റം ഡിനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പുള്ളിയുടെ ലിറ്ററി വർക്ക് ആണ് നമ്മൾ നോക്കുന്നത്. ലിറ്ററി കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പുള്ളിയുടെ മെയിൻ വർക്ക് നമുക്കറിയാം തിരുക്കുറൽ അല്ലെങ്കിൽ കുരൽ എന്ന് പറയുന്ന ഇതുണ്ട്. അതിൽ എത്തിക്സ്, ഫിലോസഫി ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ 1330 കുപ്ലെറ്റ്സ് ഉണ്ട്. കുപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സെൻറ്റൻസ് അതിന് സിമിലർ ആയിട്ട് വേറൊരു സെൻറ്റൻസ് വരും അല്ലെങ്കിൽ വേഴ്സ് വരും. ഓക്കെ, അങ്ങനെ സിമിലർ ലൈൻസിൽ റിട്ടേൺ ആയിട്ടുള്ള സെൻറ്റൻസുകളുടെ ഒരു സംഹാരം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഇതാണ് കുപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1330 കുപ്ലെറ്റ്സ് 133 സെക്ഷൻസ് ആയിട്ട്, അതായത് 10 കുപ്ലെറ്റ്സ് ഒരു സെക്ഷനിൽ വരുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴേക്കും ഒന്നെന്ന് പറയുന്നത്, ആദ്യത്തെ എന്ന് പറയുന്നത് അരം അല്ലെങ്കിൽ വെർച്യു ആണ്. പിന്നെ പൊരുൾ എന്ന് പറയുന്ന സൊസൈറ്റി ആൻഡ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ കാമം എന്ന് പറയുന്നത് ലവ് റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് തമിഴ് ലിറ്ററേച്ചറിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ആണ്. കമ്പയറബിൾ ടു റിലീജിയസ് ടെക്സ്റ്റും അങ്ങനെയുള്ള എപ്പിക്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ലിറ്റററി വർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി പറഞ്ഞു നമ്മൾ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചും കൂടി നോക്കും. ഓക്കെ, കാരണം ഈ പോയറ്റ് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ സംഘ പീരീഡിൽ വന്ന ഒരാളെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഘം എന്ന് പറയുന്നത് ഈ തമിഴ് പോയറ്റ്സിൻ്റെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാഡമി പോലത്തെ ഒരു സിനാരിയോ ആയിരുന്നു. ഓക്കെ, അത് പേട്രണൈസ് ചെയ്തത് പാണ്ഡ്യ റൂളേഴ്സാണ്. അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പാണ്ഡ്യ റൂളേഴ്സ് പേട്രണൈസ് ചെയ്ത ഒരു ഇവൻ്റാണ് സംഘം. അപ്പം മൊത്തത്തിൽ 3 സംഘംസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഘം നടന്ന സമയത്താണ് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ലിറ്ററി കോൺട്രിബ്യൂഷൻസ് വളരെയധികം നടക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ആ ലിറ്ററി കോൺട്രിബ്യൂഷൻസ് കാരണം തന്നെ സംഘം ലിറ്ററേച്ചർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ തമിഴ് സിവിലൈസേഷനെ കുറിച്ചുള്ള ഒരു ഓവറോൾ പിക്ചർ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസിക്കലി സെക്യുലർ തീംസ്, അതായത് സൊസൈറ്റി, പൊളിറ്റിക്സ്, ട്രേഡ് ആൻഡ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ് ഈ ലിറ്ററേച്ചർ കൂടുതലും പറഞ്ഞിരുന്നത്. ഓക്കെ, അതിൽ ഏർലിയസ്റ്റ് നോൺ വർക്ക്സ് ഓഫ് ഇൻ തമിഴ് എന്ന് പറയുന്നത് തൊലകപ്പിയമാണ്. തൊലകപ്പിയം എഴുതിയത് തൊലകപ്പിയർ ആണ്. അതിൽ 10 ആൻറ്റോളജീസ് ഓഫ് സോങ്സ് ഉണ്ട്. പിന്നെ 18 മൈനർ വർക്ക്സ് ഉണ്ട്. എക്സ്റ്റെൻസീവ് സംഘം കമ്പൈലേഷൻ കൺസിസ്റ്റഡ് ഓഫ് 2800 നോൺ പോയംസ് പ്രൊവൈഡിങ് തമിഴ്നാട്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി ഫൗണ്ടേഷൻ. നമുക്കറിയാം ഈ സംഘം ലിറ്ററേച്ചറാണ് തമിഴ്നാടിന് ലിറ്റററി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ന്യൂസ് നമ്മുടെ IR അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അത് നമ്മുടെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസാണ്, ആർട്ടിക്കിളാണ്. അതെന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് ഇൻ ബംഗ്ലാദേശ് എലക്ഷൻ റിസൾട്ട്സ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണ്? ഈ ഇടയ്ക്ക് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നു, ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് അതിൽ ജയിച്ചു. അപ്പം അതാണ് നമ്മുടെ ന്യൂസിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും? ഇതിനകത്ത് ഈ ഒരു എഡിറ്റോറിയലിൽ നിന്നുള്ള നമുക്കുള്ള ലേണിംഗ് ഔട്ട്കംസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രവേഴ്സി ആൻഡ് ജിയോ പൊളിറ്റിക്സ് സറൗണ്ടിങ് ദ ബംഗ്ലാദേശ് 2024 elections, ലേൺ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബംഗ്ലാദേശ് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ്. പിന്നെ അനലൈസ് ദ എക്കണോമിക് പൊളിറ്റിക്കൽ ചാലഞ്ചസ് ഫേസിങ് ബംഗ്ലാദേശ്. പിന്നെ അതിൻ്റെ അവർ മുന്നോട്ടിനി പോകുമ്പോൾ അവർക്കുള്ള ചാലഞ്ചസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബാക്കിയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള റിലേഷൻസിൽ നമ്മളെപ്പോഴും ഗവൺമെൻറ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കൺട്രിയുമായിട്ടുള്ള റിലേഷൻസ് സെൻട്രലൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം മാൽഡീവ്സിൽ ഇപ്പോൾ കറണ്ട് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ അത്രയ്ക്ക് ചേർച്ചയില്ല, പക്ഷേ പ്രീവിയസ് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതുപോലെ തന്നെ നേപ്പാളിലും അങ്ങനെ ഒരു സിനാരിയോ ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഈ ബെസ്റ്റ് എക്സാമ്പിൾ ശരിക്കും ബംഗ്ലാദേശ് തന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ടൈപ്പിലാണ്. ഓക്കെ, അപ്പോൾ ആ ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ സിനാരിയോ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അവിടെ രണ്ട് മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അവാമി ലീഗാണ്. അവാമി ലീഗ് എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന, അതായത് കറണ്ട് PM ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. അതൊരു സോഷ്യലിസ്റ്റ് അജണ്ടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ്. അത് 1949 ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതാണ് മെയിൻ ഓപ്പോസിഷൻ പാർട്ടി. അത് ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഖലീദ സിയ അത് ആണ് നയിക്കുന്നത്. രണ്ടുപേരും സ്ത്രീകളാണ്. ബംഗ്ലാദേശിൽ 2 വുമൺ ലെഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കേട്ടോ. അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അത് എക്സാം റിലേറ്റഡ് ആയിട്ടല്ല, ജസ്റ്റ് ഒരു കോമൺ ജനറൽ നോളജ് എന്ന നിലയിൽ. ഇവർ കൺസർവേറ്റീവാണ്, റൈറ്റ് വിങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഹസീന ഫാമിലിയും സിയ ഫാമിലിയും തമ്മിലുള്ളൊരു പൊളിറ്റിക്കൽ റൈവൽറി ആണ് ആക്ച്വലി ബംഗ്ലാദേശ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരും ഷെയ്ഖ് മുജീബർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള, അത് ഹസീനയുടെ ഫാദറാണ്. പിന്നെ സിയൂർ റഹ്മാൻ എന്ന് പറയുന്നത് സിയയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, നേരത്തെ ക്ലാഷസ് ഒക്കെ ഈ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കി കീ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ജമാഅത്തുൽ ഇസ്ലാമിയാണ്. അബ്ദുൽ ഖാദർ മൗല പുള്ളി അത് കൺസർവേറ്റീവ് ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 1971 ലിബറേഷൻ വാറിൽ. പിന്നെ ജാതീയ പാർട്ടി എന്ന് പറയുന്നത് ഫോമൽ മിലിറ്ററി റൂറൽ ഹുസൈൻ അഹമ്മദ് ഇർഷാദിൻ്റെ പാർട്ടിയാണ്. അത് കറൻ്റ്ലി അലൈൻഡ് വിത്ത് അവാമി ലീഗാണ്. പിന്നെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഈ ഓപ്പോസിഷനെ കുറിച്ചുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യ ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പുള്ളിയാണ് ആക്ച്വലി ബംഗ്ലാദേശ് ലിബറേഷൻ കൊണ്ടുവന്ന ആൾ. ബംഗ്ലാദേശിന് സ്റ്റേറ്റ് ഹുഡൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തപ്പോൾ ആ മൂവ്മെൻറ്റ് ലെഡ് ചെയ്ത ആളാണ് മുജീബുർ റഹ്മാൻ. അത് 1971 അവർക്ക് സ്റ്റേറ്റ് ഹുഡ് കിട്ടുന്നത്. അപ്പോൾ അവാമി ലീഗ് ആക്ച്വലി ഇന്ത്യയുമായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയറാണ്. പിന്നെ BNPയും ഖലീദ സിയയായിട്ട് നമുക്ക് കുറച്ച് ഡിസ്പ്യൂട്ട്സും ഉണ്ട്. അപ്പം അതാണ് കാരണം എന്ന് വെച്ചാൽ പാസ്റ്റിൽ അവർ ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റിലായിട്ട് അവർക്ക് ക്ലോസ് ടൈസ് ഉണ്ട്. പിന്നെ പാസ്റ്റിൽ അവർ പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മേജർ റീസൺസ്. അപ്പോൾ ഇന്ത്യയുടെ ബംഗ്ലാദേശുമായിട്ടുള്ള ടൈഅപ്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് എങ്ങനെയാണ്? ഓക്കെ, ഇന്ത്യ ആയിരുന്നു ബംഗ്ലാദേശിനെ 1971 ഇൻഡിപെൻഡൻസിൽ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത കൺട്രി. പിന്നെ അതിൻ്റെ നമുക്കറിയാം സിവിലൈസേഷനും കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് ലിങ്ക്സ് ഉണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈസ്റ്റേൺ നെയ്ബറാണ്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ടുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് ശരിക്കും അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലോട്ട് ആക്സസ് എന്ന് പറയുന്നത് ഇവരാണ്, ബംഗ്ലാദേശാണ്. പിന്നെ റോബസ്റ്റ് ആൻഡ് എക്സ്പാൻഡിങ് എക്കണോമിക് കോപ്പറേഷൻ ഉണ്ട്. ബംഗ്ലാദേശ് ഈസ് ഇന്ത്യാസ് ബിഗസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്. India exports about 8 billion in 2022, enabled inland waterways transit, duty-free access for Bangladesh under SAFTA since 2011. Cross-border trade in rupees launched in 2023. കഴിഞ്ഞ വർഷമായിരുന്നു റുപ്പീസിൽ ക്രോസ് ബോർഡർ ട്രേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്ട്രോങ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രി ബംഗ്ലാദേശാണ് ഇന്ത്യയായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസസ് ഉണ്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പിൽ. അത് 2 ഉണ്ട്, സംപ്രീതി, ബോങ്കോ സാഗർ. അതും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇവർ ഇപ്പം നമുക്ക് പ്രിലിംസിൽ ക്വസ്റ്റ്യൻ വരാം, സംപ്രീതി നമ്മൾ ഏത് രാജ്യങ്ങളായിട്ട് തമ്മിലുള്ള
മിലിറ്ററി എക്സസൈസ് ആണ്, അല്ലെങ്കിൽ ബോങ്കോ സാഗർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണെന്ന് നമുക്ക് വേണം ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ആൻസർ ബംഗ്ലാദേശ് ആണ്. ഓക്കെ, പിന്നെ കണക്ടിവിറ്റി ആൻഡ് എനർജി ലിങ്ക്സ്, ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ, അത് ഡീസൽ ട്രാൻസിറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ജോയിൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ലൈക്ക് അഖൂറ അഗർത്തല റെയിൽവേ ലിങ്ക്. ഓക്കെ, മൾട്ടിലാറ്ററൽ റീജിയണൽ ഫോറംസിൽ നമ്മളെ മെമ്പർഷിപ്പ് ഉണ്ട്. അതെന്താണ് സാർക്ക്, ബിംസ്റ്റെക്, അയോർ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ കറണ്ട് ആയിട്ടുള്ള ഇന്ത്യയും ഇപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കൊരു ആൻസറൊക്കെ എഴുതുമ്പോഴേക്കും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസും കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് വാട്ടർ ഷെയറിംഗ് ആണ്. അപ്പോൾ 54 ഷെയർഡ് റിവേഴ്സ് ഉണ്ട്. അതിൽ പക്ഷേ 2 ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ട്, ഗംഗ, കുഷിയാര. നെഗോസിയേഷൻസ് പെൻഡിങ് ആണ് തീസ്തയുടെയും ഫെനിയുടെയും കേസിൽ. ഓക്കെ, പെർസിസ്റ്റൻറ്റ് കൺസേൺ ഓവർ ഇല്ലീഗൽ മൈഗ്രേഷൻ. നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ബംഗ്ലാദേശുമായിട്ടുള്ളത് എന്താണ്, ഭയങ്കര പോറസ് ബൗണ്ടറീസ് ആണ്. അപ്പോൾ അതിലൂടെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇവർ ഇമിഗ്രൻസ് എല്ലാം നമ്മുടെ നാട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. ഓക്കെ, ആസാമിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. സ്ട്രെയിൻസ് റിസോഴ്സസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ബോർഡർ സ്റ്റേറ്റ്സ്, ഇൻറ്റൻസിഫൈഡ് ബൈ റോഹിംഗ്യൻ റെഫ്യൂജി ഇൻഫ്ലക്സസുകൾ നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ NRC പ്രോസസ്സ് വന്നപ്പോഴേക്കും അത് ബംഗ്ലാദേശുമായിട്ടൊരു ക്ലാഷ് വന്നിരുന്നു. പിന്നെ ട്രാഫിക്കിംഗ് ആൻഡ് ക്രോസ് ബോർഡർ ക്രൈംസ്, ഡ്രഗ് സ്മഗ്ലിംഗ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് റൂട്ടീനാണ്. പിന്നെ പോച്ചിങ് ഓഫ് ആനിമൽസ് വയ പോറസ് ബോർഡേഴ്സ്. പിന്നെ ചൈനയുടെ ഗ്രോയിങ് ടൈസ് വിത്ത് ബംഗ്ലാദേശ്, അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ബംഗ്ലാദേശ് ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെ ഹാംഫുൾ ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ എഡിറ്റോറിയലൊക്കെ കഴിഞ്ഞിട്ട് വന്ന നമ്മുടെ പൊളിറ്റീവായിട്ട് ഡയറക്റ്റ് റിലേഷൻസ് ഉള്ള ഒരു ന്യൂസാണ്. അതിൻ്റെ ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ദ 10th ഷെഡ്യൂൾ. അപ്പോൾ ഈ ന്യൂസ് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ റീസെൻ്റ്ലി നമുക്ക് ഏക്നാഥ് ഷിൻഡെ റിലേറ്റഡ് ആയിട്ട് ലെഡ് ആയിട്ടുള്ള ശിവസേന ഗ്രൂപ്പിനെ സുപ്രീം കോർട്ട് അംഗീകരിച്ചു ബേസ്ഡ് ഓൺ ദെയർ മെമ്പർഷിപ്പ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അപ്പം തമിഴ്നാട്ടിൽ നമുക്കറിയാം 2 ശിവസേനാസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബാൽ താക്കറെയാണ് ഇത് തുടങ്ങിയത്. പിന്നെ ഉദയ് താക്കറെയുടെ ലെഡ് ആയിട്ടുള്ള ഒരു ഫാക്ഷൻ ഉണ്ട്. പിന്നെ അതിൽ നിന്ന് വിഭജിച്ചിട്ടാണ് ഏക്നാഥ് ഷിൻഡെ വേറൊരു ശിവസേന ആയിട്ട് പോയത്. ഓക്കെ, അതിൽ മജോറിറ്റി ഓഫ് MLAസിനെ പുള്ളി കൊണ്ടുപോയി. അങ്ങനെ പുള്ളി ഗവൺമെൻറ് ഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ മഹാരാഷ്ട്രയിൽ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ സുപ്രീം കോർട്ട് തന്നിരുന്നു. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലേണിംഗ് ഔട്ട്കംസ് എന്താണ്? ഒന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ റാഷണൽ ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇൻ ഇന്ത്യ. പിന്നെ റെക്കഗ്നൈസ് ദ ഇഷ്യൂസ് അറൈസിങ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ ഓവർ ടൈം. പിന്നെ അനലൈസ് ദ റീസെൻറ്റ് കേസ് ഇൻ മഹാരാഷ്ട്ര ഹൈലൈറ്റിംഗ് ആംബിഗ്വിറ്റീസ്. പിന്നെ ഐഡൻറ്റിഫൈ റിഫോംസ് നീഡഡ് ടു സ്ട്രെങ്തൻ ആൻറ്റി ഡിഫെക്ഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണ്? ഇപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് ആക്ച്വലി 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ വന്നതാണ്. 10th ഷെഡ്യൂൾ ത്രൂ 1985 വന്നത്. അത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് ടൈമിലാണ് വന്നത്. അത് ആക്ച്വലി ഒരു ഹരിയാന പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനാരിയോയിലാണ് അത് വന്നത്. അപ്പോൾ അതിലൊരു ഗയാലാൽ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ INCയും പിന്നെ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്നൊരു കോalition ആയിരുന്നു വന്നിരുന്നത്. അപ്പം ഗയാലാൽ ആക്ച്വലി ഒരു മജോറിറ്റി തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഗയാൽ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേച്ചർ, പുള്ളി ഒരു ദിവസം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും, നെക്സ്റ്റ് ഡേ പുള്ളി യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ പോകും. അവർക്കാണ് മജോറിറ്റി കിട്ടാൻ പോകുന്നതിൻ്റെ ചാൻസ് അറിയുമ്പോൾ പുള്ളി യുണൈറ്റഡ് ഫ്രണ്ടിലോട്ട് പോകും. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും പിന്നെയും പുള്ളി കോൺഗ്രസിലോട്ട് തിരിച്ചു പോകും. അപ്പം അങ്ങനൊരു പുള്ളി എപ്പോഴും ഇങ്ങനെ ചാടി കളിച്ചോണ്ടിരുന്നു. അപ്പോൾ അതാണ് പിന്നെ ഗയാറാം എന്ന് പറയുന്ന ഒരു ഫേമസ് കോർട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിനാരിയോ വന്നപ്പോൾ, ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അൺസ്റ്റേബിൾ പൊസിഷൻ വന്നപ്പോഴാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇറ്റ് എയിംസ് ടു പ്രിവെൻറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഫ്രം ഡിഫെക്റ്റിംഗ് ഫ്രം ദെയർ പേരൻറ്റ് പാർട്ടീസ്, പ്രൊവൈഡ്സ് ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ ഇഫ് മെമ്പേഴ്സ് വോളണ്ടറിലി ഗീവ്സ് അപ്പ് പാർട്ടി മെമ്പർഷിപ്പ് ഓർ വോട്ട്സ് അഗെയിൻസ്റ്റ് പാർട്ടി വിപ്പ്. അപ്പോൾ ഈ പാർട്ടി വിപ്പ് എന്താണ്? പാർട്ടി വിപ്പാണ് ലെജിസ്ലേച്ചറിൽ പാർട്ടിയുടെ ഐഡിയാസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി വിപ്പാണ്. ഓക്കെ, ഓരോ പാർട്ടിക്കും ഓരോ വിപ്പുണ്ട്. ഓക്കെ, പിന്നെ കീ പ്രൊവിഷൻസ് ആൻഡ് ചേഞ്ചസ് ഓവർ ടൈം. ഒറിജിനലി അലൗഡ് ആദ്യത്തെ കേസിൽ ഇനീഷ്യലി 1/3 മെമ്പേഴ്സിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരത്തില്ല എന്നായിരുന്നു.
പിന്നീട് അത് 2003 ആ സംഭവം മാറ്റി. പിന്നെ ഇപ്പം 2/3 മെമ്പേഴ്സ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പോയി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടി ജോയിൻ ചെയ്യുവോ അല്ലെങ്കിൽ ഫോം ചെയ്യുവോ ഒക്കെ ആണെങ്കിൽ വേറെ പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യുകയാണ്. ഈ മഹാരാഷ്ട്രയുടെ ഒക്കെ കേസിൽ 2/3 മെമ്പേഴ്സ് കൂടുതൽ ആൾക്കാർ പോയി ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. അതും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്? ഇപ്പോൾ മാസ് മെർജേഴ്സ് അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയുടെ കേസിൽ ഒരു ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ ആണ് അല്ലെങ്കിൽ MLAs ആണ് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് ജോയിൻ ആകുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ പോകുന്നത്. അപ്പം അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്പീക്കേഴ്സ് അറിയാലോ. സ്പീക്കേഴ്സ് യൂഷ്വലി അവർ റൂളിംഗ് പാർട്ടീനെ ഫേവർ ചെയ്യും. അപ്പോൾ സ്പീക്കേഴ്സാണ് ഇതിന് ഡിസ്ക്വാളിഫിക്കേഷനിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും സ്പീക്കേഴ്സിന് റൂളിംഗ് പാർട്ടീനെ ഫേവർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ സുപ്രീം കോർട്ട് റെക്കമെൻഡ് ചെയ്തു വെസ്റ്റിംഗ് പവർ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രൈബ്യൂണലിൻ്റെ കേസിലാണ്. പിന്നെ കേസ് സ്റ്റഡി, ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് റീസെൻറ്റ് ക്രൈസിസ് ഇൻ മഹാരാഷ്ട്ര തന്നെയാണ്. അതെന്താണ്? ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെ ഒരു ഫാക്ഷനെ കൊണ്ടുപോയി. അവർ 37 MLAs കൊണ്ടുപോയി. 55 MLAs 37 അവർ കൊണ്ടുപോയി. സ്പീക്കർ ഷിൻഡെ ഗ്രൂപ്പിനെ റെക്കഗ്നൈസ് ചെയ്തു. എന്ത്? റിയൽ ശിവസേന ആയിട്ട്. കാരണം എന്താ? മെമ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച്. അപ്പോൾ പുള്ളി ആ 40 MLAs ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് 40 MLAs 14 MLAs അവർ ഡിസ്ക്വാളിഫൈയും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ വേർ ഫോർവേഡ് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷനിൽ? ഒന്നെന്ന് പറയുന്നത് റിഫോംസ് വേണം, ഇന്നർ പാർട്ടി ഡെമോക്രസി കൊണ്ടുവരണം, ആ ഓർഗനൈസേഷനിൽ എലക്ഷൻസ് കൊണ്ടുവരിക, പ്രസിഡന്റിനെ ചൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ എലക്ഷൻസ് കൊണ്ടുവരിക. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ട്രൈബ്യൂണൽ വേണം ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കേസസ് ഡിസൈഡ് ചെയ്യാനായിട്ട്. പിന്നെ സുപ്രീം കോർട്ടിന് പ്യുവർ ആയിട്ടുള്ള ഇതുപോലുള്ള ബ്രേക്ക് അവേ സിനാരിയോസിൽ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് വേണം. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷന് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇന്നർ വർക്കിങ്ങിൽ ഒരു പങ്ക് വേണം. അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ആക്സസ് വേണം. അതൊക്കെയാണ് ഇതിനകത്തുള്ളൊരു വേ ഫോർവേഡ് എന്ന് പറയുന്നത്. വേറെ വേ ഫോർവേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പ്ലേസസ് ഇൻ ന്യൂസ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ന്യൂസ് പേപ്പറിൽ. ഗൽരാച്ചെ സ്ട്രീറ്റ് എന്നാണ് ആ സ്ട്രീറ്റിൻ്റെ പേര്. ഓക്കെ, അത് ആക്ച്വലി പാൽമർ ആർക്കിപ്പെലാഗോയും അന്റാർട്ടിക് പെനിൻസുലയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണ് ഗാലാച്ചി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ന്യൂസിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ടാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസും കൂടിയായിരുന്നു. അത് ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരാം. കാരണം എന്ന് വെച്ചാൽ ഇത് മൊഹ്ജോഹ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ബഫല്ലോ ഫൈറ്റ് ഉണ്ടായിരുന്നു ആസാമിൽ. അത് 9 years ആയിട്ട് ഗവൺമെൻറ് അത് ബാൻ ചെയ്തേക്കുമായിരുന്നു. പക്ഷേ ഈ കറണ്ട് ഗവൺമെൻറ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത് പിന്നെ റീസെൻ്റ്ലി അത് ഒന്നുകൂടെ നടത്തി എന്നായിരുന്നു ന്യൂസ്. ആണ് അതിൻ്റെ പിക്ചറോട് കൂടിയാണ് അവർ ആർട്ടിക്കിൾ എഴുതിയിരുന്നത്. ആർട്ടിക്കിളല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് 200 years ഓൾഡ് ആയിട്ടുള്ളൊരു ട്രഡീഷനും കൂടിയാണ് ആസാമിൽ. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പം അതൊക്കെയായിരുന്നു ഈ പ്രാവശ്യത്തെ ന്യൂസിൽ. പിന്നെ നമുക്കൊരു 2 ആർട്ടിക്കിൾ, ഒന്ന് കുണ്ണോ നാഷണൽ പാർക്കിൽ ഒരു ചീറ്റ ഡെഡ് ആയി എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുണ്ണോ നാഷണൽ പാർക്ക് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ന്യൂസിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലൊരു നാഷണൽ പാർക്കാണ്. പിന്നെ ഇപ്പം 13 out of 20 ചീറ്റാസാണ് ബാക്കിയുള്ളത്. 7 ചീറ്റാസ് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അത് ജസ്റ്റ് ഒരു നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഞാനത് ആഡ് ഓൺ ചെയ്യാത്തതാണ്. പിന്നെ വന്നത് LED പറ്റി ഉള്ളൊരു ന്യൂസാണ്. ഇപ്പോൾ LEDസിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഡോക്യുമെൻറ്റിൽ അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ, ഒരു ചെറിയൊരു ആർട്ടിക്കിൾ പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസിനെ കുറിച്ച്, ഇന്നത്തെ ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.